എറണാകുളം കോതമംഗലം മാർക്കറ്റിന്റെ ശോച്യാവസ്ഥയ്ക്ക് പരിഹാരം കാണണമെന്ന ആവശ്യം ശക്തമാകുന്നു. അടിസ്ഥാന സൗകര്യങ്ങളില്ലാത്തതും വൃത്തിഹീനമായ അന്തരീക്ഷവും മഴക്കാലത്ത് കൊതുകുകൾ പെരുകിയതും ഗുരുതര ആരോഗ്യ ഭീഷണി സൃഷ്ടിക്കുന്നു. ദിനംപ്രതി നൂറുകണക്കിന് ആളുകൾ വന്നു പോവുകയും ജോലി ചെയ്യുകയും ചെയ്യുന്ന എറണാകുളം കോതമംഗലത്തെ പ്രധാന മാർക്കറ്റിൽ അടിസ്ഥാന സൗകര്യങ്ങളില്ലാത്തതും വൃത്തിഹീനമായ അന്തരീക്ഷവും ചൂണ്ടിക്കാട്ടിയാണ് പ്രതിഷേധമുയരുന്നത്. ഏക ആശ്രയമായിരുന്ന ടോയ്ലറ്റ് പ്രവർത്തനരഹിതമായതോടെ ആളുകൾ പുറത്ത് മലമൂത്ര വിസർജനം ചെയ്യാൻ തുടങ്ങിയതോടെയാണ് പരിസര മലിനീകരണം രൂക്ഷമായത്. നമ്മൾ ഇവിടെ ഒരാഴ്ചയോളം മുമ്പ് ഇതിനെതിരെ നമ്മൾ ഇവിടെ ഒരു പ്രതിഷേധ സമരം നടത്തിയതായിരുന്നു. മുനിസിപ്പാലിറ്റിയിൽ ചെന്ന് അതിന് പരാതിയൊക്കെ കൊടുത്തു. അതിന് ഒരു നടപടി ഉണ്ടായില്ല. ഇവിടെ ഈ പരിസരമൊക്കെ വളരെ വൃത്തികേടായി കിടക്കുകയാണ്. കൊതുകുകളുടെ ഒരു കൂമ്പാരം തന്നെയാണ്. അതുപോലെ ഇപ്പം നമ്മൾ ടോയ്ലറ്റ് ഇതിന് ബാക്കി കാണുന്ന ഈ ടോയ്ലറ്റ് ഉണ്ട്, അത് ഇവിടെ 2-3 വർഷം മുമ്പ് ഡെങ്കിപ്പനി ബാധിച്ച് ഇവിടെ അതിന് പകരം ഇവിടെ നിർമ്മിച്ചതാണ് ഉപയോഗിക്കാനായിട്ട്. പക്ഷെ അത് ഉപയോഗശൂന്യമായതിനാൽ തൊഴിലാളികളും അതുപോലെയുള്ള വരുന്നവരെല്ലാവരും ഇങ്ങനെ മലമൂത്ര വിസർജനം ഇങ്ങനെ പൊതുസ്ഥലത്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന് ഒരു പരിഹാരവും കാണാനായിട്ട് അവർക്ക് സാധിച്ചിട്ടില്ല. കച്ചവട കേന്ദ്രങ്ങളിൽ ഭക്ഷ്യസുരക്ഷയുമില്ല, അടിസ്ഥാന സൗകര്യങ്ങളുമില്ല. മാർക്കറ്റിനുള്ളിൽ കെട്ടിക്കിടക്കുന്ന മലിനജലത്തിൽ കൊതുകുകൾ മുട്ടയിട്ട് പെരുകുകയാണ്. ഇതിനോട് ചേർന്നാണ് സർക്കാർ സ്കൂളും ആശുപത്രിയും ബസ് സ്റ്റാൻഡും റവന്യൂ ടവറുമെല്ലാം സ്ഥിതി ചെയ്യുന്നത്. ഇത് കണ്ടുകൊണ്ട് ആം ആദ്മി പ്രവർത്തകർ കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് വലിയൊരു പ്രതിഷേധ പ്രകടനം ഇതിന് മുൻപിൽ നടത്തുകയും അധികാരികൾക്ക് ഇതിനുവേണ്ടിയുള്ള അപേക്ഷ കൊടുക്കുകയും അവിടെ ചെന്ന് കാര്യങ്ങൾ വ്യക്തമാക്കുകയും ചെയ്തതാണ്. ഹെൽത്തിൽ നിന്ന് ആള് വന്ന് ഇത് നോക്കുകയും ചെയ്തു. എന്നാൽ നാളിതുവരെയായിട്ടും ഇത് പരിഹരിക്കുവാൻ, ഇതിനൊരു ശാശ്വതമായി പരിഹാരം കാണുവാൻ ഇതിന് അധികാരികൾ ശ്രമിച്ചിട്ടില്ല എന്നതാണ് നഗ്നമായ ഒരു യാഥാർത്ഥ്യം. നാം ഓർക്കണം, ഒരു കൗൺസിലർ ജനങ്ങളുടെ ആവശ്യങ്ങൾ, ജനങ്ങളുടെ ക്ഷേമം മുൻനിർത്തി വിജയിപ്പിച്ചു വിട്ട ഒരു കൗൺസിലർ അല്ലെങ്കിൽ മുനിസിപ്പൽ അധികാരികൾ ഇത്തരത്തിലുള്ള വലിയൊരു വീഴ്ച ഉണ്ടാകുമ്പോൾ അതിനെതിരെ പ്രതിഷേധിക്കുവാൻ നാട്ടുകാർ രംഗത്തേക്ക് കടന്നു വരണമെന്നാണ് ആവശ്യപ്പെടുവാനുള്ളത്. പൊതുജനങ്ങൾക്ക് ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് ചൂണ്ടിക്കാട്ടി വിവിധ രാഷ്ട്രീയ പാർട്ടികളും പ്രതിഷേധവുമായി രംഗത്ത് വന്നിരുന്നു. മഴക്കാലത്ത് വെള്ളം കെട്ടിക്കിടക്കുകയും കൊതുകുകളും കൂത്താടികളും വളരെയേറെ ചുറ്റുപാട് വളർന്ന് പന്തലിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് ജനങ്ങൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട് ഇവിടുത്തെ അധികാരികൾ മനസ്സിലാക്കുന്നില്ല. പലതവണ കംപ്ലൈൻറ്റുകൾ കൊടുത്തതായിട്ടും അവരിവിടെ വന്ന് നോക്കിയതായിട്ടുമാണ് ഞാൻ അറിഞ്ഞത്. അതുപോലെ ഇതിൻ്റെ പരിസരത്ത് ഒരു ടോയ്ലറ്റ് ഉണ്ട്, അത് ഇവിടുത്തെ മാർക്കറ്റിലുള്ള ജനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അതും കണ്ടമാനം മലിനമായി കിടക്കുകയാണ്. അതിൻ്റെ അകത്ത് കുപ്പികളും വേസ്റ്റുകളും ജനങ്ങൾ തന്നെ കൊണ്ടുപോയിടുന്നു. പകർച്ചവ്യാധികൾ പടരുന്ന സാഹചര്യത്തിൽ എത്രയും പെട്ടെന്ന് മാർക്കറ്റ് ശുചീകരിച്ച് മാലിന്യങ്ങൾ നീക്കുകയും അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കണമെന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് 18 കോതമംഗലം.